ആളുകളും പറയാറുള്ള ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നേതൃതലത്തിലുള്ള ആളുകൾ തന്നെ പറയും വീട്ടിൽ രാഷ്ട്രീയമൊന്നുമില്ല. വീട്ടിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം. മതനവീകരണത്തെക്കാൾ ജാതി വിരുദ്ധതയിലൂന്നിയാണ് ചാന്നാർ കലാപം, നാരായണഗുരു, അയ്യങ്കാളി, കൊയ്യേലപ്പച്ചൻ, അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങളിലൂടെ ജാതി വിരുദ്ധതയുടെ ഒരു കേന്ദ്രീകരണം നമ്മുടെ നവോത്ഥാനത്തിൽ ഉണ്ടായതുകൊണ്ട് അത് കുടുംബത്തിനകത്തും ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും കുടുംബഘടനയെ തന്നെ ആധുനികമായ നിലയിൽ പുനഃസംഘടിപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ നവോത്ഥാനം ഒരളവ് വരെ മാറിയിരുന്നു. അവരുടെ ആദ്യത്തെ 2 അധ്യക്ഷന്മാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, കോൺഗ്രസിന്റെ സമന്വയ നേതാക്കളാണ്. ഒന്ന് മദനമോഹൻ മാളവിയാണ്, രണ്ടാമത്തെ ആള് ലാലാ ലജ്പത് റായ് ആണ്. BS മുൻഷി എത്തുന്ന സമയത്താണ് ഹിന്ദു മഹാസഭയും കോൺഗ്രസും തമ്മിൽ പിരിയുന്നത്. അതുവരെ ഒരേ വഴിക്കാണ് സഞ്ചരിക്കുന്നത്. മുൻഷി എത്തുമ്പോഴാണ്, അപ്പോഴേക്കും പിന്നെ ഗാന്ധി എത്തി. ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോഴാണ് ഇത് വഴി പിരിയുന്നത്. അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന്റെ ഒരു മതാത്മക ബോധവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഈ മതാത്മക ദേശീയതയാണ് ഇന്ത്യൻ ദേശീയ ഭാവനയെ സൃഷ്ടിച്ചത്, ദേശീയ വ്യവഹാരത്തെ സൃഷ്ടിച്ചത്. അത് ഭൂതകാലത്തെ ഒരു സുവർണദശയായി കെട്ടിപ്പടുത്തു. ഓറിയന്റലിസ്റ്റുകളും മറ്റും നൽകിയ ചരിത്രബോധത്തെ ഉപയോഗപ്പെടുത്തി ഭൂതകാലത്തെ ഒരു സുവർണദശയായി കെട്ടിപ്പടുക്കുകയും ആ സുവർണ ഭൂതകാലത്തിന്റെ വർത്തമാനകാല രൂപം എന്ന നിലയിൽ കുടുംബത്തെ കാണുകയും ചെയ്തു. ഇത് വളരെ പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബം എന്നത് ഏറ്റവും ഉപരിതലത്തിൽ ഒരു പുതിയ സ്ഥാപനമായിട്ട് തോന്നുമെങ്കിലും ആ സ്ഥാപനം നിലനിൽക്കുന്നത് ഒന്ന് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണയിലാണ്, മറ്റൊന്ന് ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരവുമായി ആഴത്തിൽ കെട്ടുപിണഞ്ഞുമാണ്. ഇതിനെ ചെന്ന് തൊടുക, അതായത് കുടുംബത്തെ സ്പർശിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ദേശീയതാ വ്യവഹാരത്തിന്റെ അടിസ്ഥാന സ്ഥാപനത്തെയും അതിന്റെ ചരിത്രബോധത്തെയും കൂടിയാണ് നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ആ തിരുത്തൽ വേണ്ട പോലെ നടന്നില്ല എന്നത് കേരളത്തിലെ ഐക്യകേരളത്തിലേക്ക് എത്തിച്ചേർന്ന സാമൂഹ്യ അവബോധ പരിണാമത്തെ പിന്നീട് സ്തബ്ധമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിട്ട് സലിംകുമാർ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് ഇന്നത്തെ നിലയിൽ കൂടുതൽ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ ആദ്യഘട്ടത്തിലെ പ്രവർത്തന രീതികളിൽ നിന്ന് മാറി ഏതാണ്ട് സലിംകുമാർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ബ്രാഹ്മണ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കുള്ള മാറ്റത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ ആശയാവലികളെ ഹിന്ദുമതം എന്ന് വിളിക്കുന്ന വിപുലമായ ഒരു വ്യവഹാരവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി ഉയർന്നു വരാവുന്ന പ്രതിരോധ ഘടകങ്ങളെ വരെ സ്വാംശീകരിക്കുന്ന നിലയിലേക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് ഹിന്ദുത്വം വികാസം ആർജിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ഷിഫ്റ്റിന്റെ കേന്ദ്രത്തിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനം പ്രത്യക്ഷത്തിൽ ഒട്ടുമേ രാഷ്ട്രീയമല്ലാത്തതും എന്നാൽ രാഷ്ട്രീയ ധാരണയെ, രാഷ്ട്രീയത്തെ ഏറ്റവും ആഴത്തിൽ പ്രയുക്തമാക്കുന്നതുമായ ഒരു സ്ഥാപനമായി കുടുംബം മാറിയിരിക്കുന്നു എന്നതാണ്. ഇതാകട്ടെ കേവലമായ പഴയ ഹിന്ദുത്വം അല്ലതാണ്. നമ്മുടെ സമകാലിക ഹിന്ദുത്വത്തിലേക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10, 12, 15 വർഷക്കാലത്തിനിടയിലെ ഹിന്ദുത്വത്തിലേക്ക് നോക്കിയാൽ അത് മൂലധന താല്പര്യങ്ങളുമായി നടത്തുന്ന കെട്ടുപിണയൽ വളരെ വളരെ വലുതാണ് എന്ന് കാണാൻ പറ്റും. ഒരുപക്ഷെ ഫാഷിസത്തെ കുറിച്ചുള്ള അതിന്റെ ക്ലാസിക്കൽ ഡോക്യുമെന്റ് 1936 മുസോളിനി തയ്യാറാക്കിയ ഡോക്ട്രിൻസ് ഓഫ് ഫാഷിസം എന്നു പേരായ അതിന്റെ ബേസിക് ഡോക്യുമെന്റിൽ ഫാഷിസം നിർവചിക്കപ്പെട്ടത് നമ്മൾക്ക് പരിചയമുള്ള രീതിയിലൊന്നുമല്ല. അത് അതിതീവ്ര ദേശീയതയായിട്ടോ അന്യമത വിദ്വേഷമായിട്ടോ അപരഹിംസയായിട്ടോ അല്ല, അതിനേക്കാളൊക്കെ കൂടുതലായി മുസോളിനി ഫാഷിസത്തെ വിശദീകരിക്കുന്നത് മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ഐക്യം എന്ന നിലയിലാണ്. ഈ മൂലധന താല്പര്യത്തിന്റെ സമ്പൂർണമായ അതിനെ പിന്തുണയ്ക്കുന്ന സംവിധാനമായി ഭരണകൂടം മാറുന്നു. സാധാരണ നിലയിൽ അത് എളുപ്പമല്ല. കാരണം മൂലധനത്തിന്റെ സമ്പൂർണമായ വളർച്ച
പൊതുസമൂഹത്തിലെ ജനജീവിതത്തെ വളരെ കൂടുതൽ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് മൂലധനത്തെ സമ്പൂർണമായി പിന്തുണച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിന് എളുപ്പം പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിട്ട് അധികാരത്തിൽ വരുന്ന ഭരണ സംവിധാനത്തിന്. ഫാഷിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? ഫാസിസ്റ്റുകള് സാമൂഹികമായി രൂപപ്പെടാവുന്ന ഈ എതിർപ്പുകളെ മറികടക്കാൻ പോകുന്ന മട്ടിൽ ഒരു സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ വിഭജന യുക്തികൾ ഉണ്ടാക്കുകയും സമൂഹത്തിന്റെ ക്ഷീണാവസ്ഥയ്ക്ക് കാരണം അതിൽ തന്നെയുള്ള ശത്രുവാണ് എന്ന മട്ടിൽ ഒന്നുകിൽ വംശീയതയെ, അല്ലെങ്കിൽ വർഗീയതയെ, അല്ലെങ്കിൽ ജാതീയതയെ ഒക്കെ ഒരു വിദ്വേഷത്തിന്റെ യുക്തിയായി ആഭ്യന്തരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ഫാഷിസത്തെ കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങളിലൊക്കെ വളരെ കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ജൂതന്മാരാകാം, മുസ്ലിങ്ങളാകാം, ഇതര മതസ്ഥരാകാം, ആരെങ്കിലുമൊക്കെ. ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ മുൻനിർത്തുന്ന ആഭ്യന്തരമായ വലിയൊരു ധ്രുവീകരണം വരുന്നതോടെ വാസ്തവത്തിൽ പൊതുസമൂഹത്തിന്റെ ആകമാനം തകർച്ചയ്ക്ക് വഴിവെക്കുന്ന വലിയ മൂലധന ചൂഷണം മിക്കവാറും മറഞ്ഞുപോകും എന്നതാണ് വസ്തുത. ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി ആഗോള സമ്പദ്ഘടനയില് 4ാമത്തെ പദവിയിലോ മറ്റോ ഇന്ത്യ എത്തി എന്ന് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ GDP-യുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ. നേരത്തെ 5 ആയിരുന്നു. ജപ്പാനെ നമ്മൾ മറികടന്ന് 4ാം സ്ഥാനത്തെത്തി എന്നാണ് പൊതുവെ വിശദീകരിക്കപ്പെടുന്നത്. ഇതേ ഇന്ത്യ തന്നെയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 107-ലും 111-ലും 114-ലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ സ്ഥാനനിർണയം ചെയ്യപ്പെട്ടത്. 160ഓളം രാജ്യങ്ങളെ പരിഗണിക്കുമ്പോൾ അത് 114ാം സ്ഥാനത്തേക്ക് ഹങ്കർ ഇൻഡെക്സിൽ എത്തുക. പക്ഷേ സമ്പത്ത് ഉൽപാദനത്തിന്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്ത് എത്തിച്ചേരുക. സമ്പത്തിന്റെ ഭീമാകാരമായ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് തന്നെ സമ്പത്തിന്റെ വിതരണം സമ്പൂർണമായി അട്ടിമറിക്കപ്പെടുക. ആ അട്ടിമറിക്കൽ ഈ അസമത്വത്തിന്റെ അതിഭീമമായ വർധനവ് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യക്ഷോഭമായി മാറാതിരിക്കുക വാസ്തവത്തിലാകേണ്ടതാണ്. സമ്പത്ത് ഇത്രയും വളരുകയും ദാരിദ്ര്യമോ അസമത്വമോ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ജനകീയമായ പ്രതിരോധം, ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകാതിരിക്കുന്ന മട്ടിൽ ഫാഷിസം ഇതിനെ മറ്റൊരു ആഭ്യന്തര വിഭജനത്തിലൂടെ മറികടക്കുന്നു. ഇതാണ് മുസോളിനി സൂചിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യം. ഈ ബോധരൂപീകരണത്തിന്റെ കേന്ദ്ര സ്ഥാനമായിട്ടാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ കുടുംബങ്ങൾ പ്രവർത്തിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ കുടുംബം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സ്ഥാപനമാണ് ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് എന്നത്. കേരളത്തിലെ 50കൾക്ക് വരെ താരതമ്യേന കുടുംബഘടനയ്ക്കകത്ത് ജനാധിപത്യവൽക്കരണത്തിനുള്ള പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഐക്യകേരളത്തിന്റെ രൂപപ്പെടലിന് ശേഷമുള്ള അതിന്റെ തുടർച്ച ഏതാണ്ട് ഇതിനെ സ്തബ്ധമാക്കിക്കൊണ്ടാണ് ആചാരപരതയിലും സ്ത്രീവിരുദ്ധതയിലും പുരുഷാധികാരത്തിന്റെ സംസ്ഥാപനത്തിലും ജനാധിപത്യ അവകാശങ്ങളുടെ നിഷേധത്തിലും ജാതീയതയിലും മതവിദ്വേഷത്തിലും ഒക്കെ ആഴ്ന്നു കിടക്കുന്ന ഒന്നായി, ഒരു സ്വകാര്യ മണ്ഡലം എന്ന് നാം സാമാന്യേന ധരിക്കുന്ന ഒന്നായിട്ട് കുടുംബം മാറി. ഇപ്പൊ കാരണം ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ എന്താണോ അതാണ് വലതുപക്ഷം. കാരണം വലതുപക്ഷത്തിന്റെ ഒരു മൂല്യപരിസരത്താണ് ജാതി, മതം, ആചാരപരത, മത്സരം, ഉപഭോഗഭ്രാന്ത് ഇതെല്ലാം ചേർന്ന ഒരു അനുഭവ പരിസരത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളായിരിക്കുന്ന സ്ഥിതിയുടെ പേര് കൂടിയാണ് വലതുപക്ഷം എന്നത്. ആ മൂല്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് കുടുംബം നിലനിൽക്കുകയും അതിനെ പക്ഷേ വിമർശനാത്മകമായി മറികടക്കുന്നതിൽ മിക്കവാറും കേരളം പരാജയപ്പെടുകയും ചെയ്തു. ഇങ്ങനെ 3 ഘടകങ്ങളിൽ കൊണ്ട് ഐക്യകേരളത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാമൂഹ്യ വികാസം പിന്നെ എങ്ങനെ ദുർബലമായി എന്നതിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. അതായത് ജാതിയും ലിംഗപദവിയും കേന്ദ്ര പ്രശ്നമാകാതെ പോവുകയും വർഗപരവും സാമ്പത്തികവുമായ പരിഷ്കരണം കൂടുതൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഈ ജാതിയും ലിംഗപദവും കൂടുതൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിട്ടാണ് നമ്മൾ ഈ കുടുംബം എന്ന സ്ഥാപനത്തെ കാണേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ദേശീയതാ വ്യവഹാരത്തെയും ആ ദേശീയതാ വ്യവഹാരത്തിന്റെ ഏറ്റവും സൂക്ഷ്മ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന സ്ഥലം എന്ന നിലയിൽ കുടുംബത്തെയും സവിശേഷമായി വിമർശന വിധേയമാക്കുക എന്നത് വാസ്തവത്തിൽ സമകാലിക കേരളത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിനുള്ള പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്നായി സലിംകുമാർ നിർദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം കേരളം ഇന്ന് വലിയ പങ്കും ഉപഭോഗാസക്തമായി തീർന്ന
വ്യക്തിഗത മാത്സര്യത്തിൽ അഭിരമിക്കുന്ന മറ്റു തരത്തിലുള്ള ജാതീയതയുടെയും മതവിദ്വേഷത്തിന്റെയും മൂല്യങ്ങളെയൊക്കെ വലിയ തോതിൽ സ്വാംശീകരിച്ച ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. അതിനെതിരായ വിമർശനത്തിന്റെ കേന്ദ്രത്തിൽ ഈ ഒരു ഘടകത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു എന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് 89-ലെ വിമോചന സമരത്തെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന നിരീക്ഷണം. അത് നിശ്ചയമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒന്നായിരുന്നു. ഭൂപരിഷ്കരണത്തോടും വിദ്യാഭ്യാസ പരിഷ്കരണത്തോടും കേരളത്തിലെ ജാതിമത വിഭാഗങ്ങൾക്കുണ്ടായ കടുത്ത എതിർപ്പിൽ നിന്നാണ് അത് രൂപപ്പെട്ടത് എന്ന കാര്യം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആധുനികതയിലേക്കുള്ള വഴിയിൽ കേരളത്തിൽ വേര് പിടിച്ചു തുടങ്ങിയ നവീകരണപരമായ ബലങ്ങളെ ദുർബലപ്പെടുത്തുകയും വലിയൊരളവോളം ബ്രാഹ്മണ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിലാണ് ചെന്ന് അവസാനിച്ചത്. അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സമുദായങ്ങളുടെ ജാതിവൽക്കരണത്തിലേക്ക് അത് എത്തിച്ചേർന്നു. ഈ ജാതിവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമായിട്ടാണ് സാധുജന പരിപാലന സംഘം ഓൾ ട്രാവൻകൂർ പുലയ മഹാസഭയായി മാറിയത് എന്ന കാര്യവും അതിന് നേതൃത്വം നൽകുന്ന ആളായിട്ട് സർ CP-യെ പോലെ ഒരാൾ വന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിന് അകത്തുണ്ടായ നമ്മളൊരു ലീനിയറായ രേഖീയമായ ഒരു പുരോഗതിയുടെ കഥയായിട്ട് പലപ്പോഴും ഈ നവോത്ഥാനത്തെയും ആധുനിക സമൂഹ രൂപീകരണത്തെയും കാണുമ്പോൾ അതിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ നിരീക്ഷണങ്ങളെ കുറിച്ചും ഇതുപോലെ സൂക്ഷ്മാംശത്തിൽ സംസാരിക്കാവുന്നതാണ്. ഞാൻ അതിന് മുതിരുന്നില്ല. അത് ഈ സമ്മേളനത്തിന്റെ ഒരു ലക്ഷ്യവുമായിട്ട് ഞാൻ കരുതുന്നില്ല. എനിക്ക് സവിശേഷമായി തോന്നിയ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ഒരു അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അദ്ദേഹം പുലർത്തിയിരുന്ന സംവാദ സന്നദ്ധത. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രബന്ധങ്ങളിലൊന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അരുന്ധതി റോയുടെ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് എഴുതിയ ആമുഖത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച ഒരു രീതി. അതിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്യം ഞാൻ ഇവിടെ ഒരു വട്ടം കൂടി വായിക്കാം എന്നാണ് കരുതുന്നത്. ബ്രാഹ്മണിസത്തിനും അതിന്റെ അവാന്തര വിഭാഗങ്ങൾക്കുമിടയിൽ തങ്ങളുമുണ്ടെന്ന ജാതിശ്രേണിയുടെ മുകൾത്തട്ടിലുള്ളവരുടെ ബന്ധുത്വ പ്രഖ്യാപനം എന്ന നിലയിലാണ് അരുന്ധതിയുടെ ഐക്യപ്പെടലിനെ അദ്ദേഹം കാണുന്നത്. അരുന്ധതിയുടെ അതിലെ എല്ലാ വിശദീകരണങ്ങളോടും നിരീക്ഷണങ്ങളോടും യോജിപ്പുള്ള ഒരാളല്ല ഞാൻ. അതിൽ അവർ പലപ്പോഴും പോളമിക്കലാണെന്നും ഒരു വിഷയത്തിന്റെ പ്രത്യേകിച്ചും ഗാന്ധിയെ കുറിച്ചുള്ള അവരുടെ വിമർശനങ്ങൾ വളരെ കൂടുതൽ താർക്കികമാണ് എന്നും കരുതുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ കരുതുമ്പോഴും ആ പഠനം നമ്മുടെ സാമൂഹ്യ ചിന്തയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭം വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയ സമയത്താണ് ചില ആളുകളും പറയാറുള്ള ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നേതൃതലത്തിലുള്ള ആളുകൾ തന്നെ പറയും വീട്ടിൽ രാഷ്ട്രീയമൊന്നുമില്ല. വീട്ടിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം. അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. എനിക്കും ഈ സമ്മേളനത്തിന്റെ സംഘാടകർക്കുമല്ല അതിന്റെ പേരിൽ ഞാൻ എന്റെ ഹൃദയം നന്ദി രേഖപ്പെടുത്താൻ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ എതിരാളികളെ ആഹ്വാനം വിലയിരുത്താനോ അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയങ്ങളെ മുഴുവൻ പരിശോധിക്കാനോ ഉള്ള സന്ദർഭമൊന്നും ഇതല്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് മറ്റൊരു കാര്യത്തിന് ഉച്ചയ്ക്ക് 2 മണിയോട് എത്തിച്ചേരേണ്ടതുണ്ട് എന്നതുകൊണ്ട് വളരെ കൂടുതൽ സമയം ഇവിടെ പൂർണ്ണമായി ചെലവഴിക്കാനും പ്രയാസമുണ്ട്. എങ്കിലും ഞാൻ കണ്ട എനിക്ക് തോന്നിയ ചില ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ചില എഴുത്തുകളെ മുൻനിർത്തി സൂചിപ്പിക്കാനാണ് ഞാൻ മുഖ്യമായിട്ടും മുതിരുന്നത്. ഒന്ന്, കേരളത്തിലെ ദളിത് ചിന്താമണ്ഡലത്തെ വിപുലീകരിക്കുന്നതിൽ അതിനെ സൂക്ഷ്മവും സങ്കീർണവുമാക്കി വികസിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളായിട്ടാണ് സലീംകുമാറിനെ ഞാൻ കാണുന്നത്. അപ്പൊ ആധുനിക കേരളത്തിന്റെ രൂപപ്പെടലിനെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, അത് തീർത്തും പുതിയതാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഊന്നൽ ശ്രദ്ധിക്കേണ്ടതാണ്. 3 തരത്തിലുള്ള സമരങ്ങളുടെ ഒരു സംയോജനമാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം തന്റെ പ്രബന്ധങ്ങളിലെടുത്ത് നിരീക്ഷിക്കുന്നുണ്ട്.
അതൊന്ന് സാമ്രാജ്യവിരുദ്ധമായ സമരമാണ്, മറ്റൊന്ന് ബ്രാഹ്മണ്യത്തിനെതിരായ സമരമാണ്, മൂന്ന് ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരങ്ങളാണ്. ഈ മൂന്ന് സമരങ്ങളും ഒരേ അളവിലും അനുവാദത്തിലും ഉണ്ടായി എന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഇവ മൂന്നിന്റെയും സംയോജിതമായ ഒരു ഫലം എന്ന നിലയിലാണ് ആധുനിക കേരളം, ഐക്യ കേരളം നിലവിൽ വന്നത് എന്ന കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഘടകങ്ങളുടെ സംയോജിതമായ തുടർച്ച ഉണ്ടായില്ലെന്നും രണ്ടു തരത്തിലുള്ള വഴിതെറ്റലുകൾ അതിനിടയിൽ സംഭവിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന്, ആധുനിക സമൂഹം നിലവിൽ വന്നതോടെ, ആധുനിക കേരളം അല്ലെങ്കിൽ ഐക്യ കേരളം നിലവിൽ വന്നതോടെ അതിന്റെ ആധാരങ്ങളിലൊന്നായിരുന്ന ജാതിവിരുദ്ധമായ സമരങ്ങൾക്ക് സംഭവിച്ച ക്ഷീണമാണ്. പ്രത്യേകിച്ചും ജന്മവിരുദ്ധ മുന്നേറ്റങ്ങൾക്കും സാമ്രാജ്യവിരുദ്ധ മുന്നേറ്റങ്ങൾക്കും ഉണ്ടായ അളവിൽ ജാതിവിരുദ്ധമായ മുന്നേറ്റങ്ങളെ വികസിപ്പിക്കാനോ കൂട്ടിയണക്കാനോ അതിനോട് കൂട്ടിയണക്കാനോ കഴിയാതെ പോയി എന്നത് വാസ്തവത്തിൽ നവോത്ഥാനത്തിന് ശേഷമുള്ള കേരളീയ ജീവിതത്തെ വളരെ കൂടുതൽ ദുർബലമാക്കി എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അത് തീർത്തും പുതിയൊരു കാര്യം എന്ന് പറയല്ല, പക്ഷെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നവോത്ഥാന പ്രക്രിയയിൽ ഉൾപ്പെട്ട പ്രസ്ഥാനങ്ങൾ പതിയെ പതിയെ ജാതി സ്വത്വങ്ങളിലേക്ക് പിൻവാങ്ങിയതും ആ ജാതി സ്വത്വങ്ങളിലേക്കുള്ള അവയുടെ പിൻവാങ്ങൽ വാസ്തവത്തിൽ നവോത്ഥാനപരമായ അതിന്റെ ഉള്ളടക്കത്തെ ദുർബലപ്പെടുത്തിയതും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. സവിശേഷമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സാധുജന പരിപാലന സംഘം ഓൾ ട്രാവൻകൂർ പുലയ മഹാസഭയായി മാറുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷനാണ്. 1937 ഈ മാറ്റം നടക്കുന്നത്. ഈ മാറ്റത്തിന്റെ സന്ദർഭത്തിൽ അത് ആ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നതും അതിന് നേതൃത്വം കൊടുക്കുന്നതും തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടി സമ്പൂർണമായി ശ്രമിച്ച സർ CP രാമസ്വാമി അയ്യരായിരുന്നു എന്ന കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാനത്തിന്റെ പിൽക്കാലം ജാതി സ്വത്വങ്ങളുടെ കേവലമായ സംസ്ഥാപനമായി അതുവഴി മ്യൂച്വലി എക്സ്ക്ലൂസീവായ അന്യോന്യം ഒഴിച്ചു നിർത്തുന്ന നിലയിലുള്ള ഒന്നായി മാറിത്തീർന്നത് എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. ഫലത്തിൽ സാമ്രാജ്യവിരുദ്ധതയും ജാതി വിരുദ്ധതയും ബ്രാഹ്മണ്യ വിരുദ്ധതയും ഒത്തുചേർന്ന് വികസിക്കേണ്ട ഒരു രാഷ്ട്രീയ ഉള്ളടക്കം പല ദിശകളിലേക്ക് ചെതറിപ്പോവുകയും ഐക്യകേരളം നിലവിൽ വന്നതിന് ശേഷം ഐക്യകേരളത്തെ സാധ്യമാക്കിയ സാമൂഹ്യ അവബോധത്തിന്റെ തലം ഏതാണ്ട് പൂർണ്ണമായും ശിഥിലീകരിക്കപ്പെടുകയും ചെയ്തു എന്ന നിരീക്ഷണം അദ്ദേഹം തന്റെ പ്രബന്ധങ്ങളിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിലെ ആധുനിക കുടുംബഘടനയെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാനാനന്തര കേരളത്തിലെ ആധുനിക കേരളത്തിലെ സാമൂഹ്യ വിചാരങ്ങളിൽ കാര്യമായൊന്നും പരിഗണിക്കപ്പെടാത്തതും ഒറ്റ തിരിഞ്ഞ നിലയിൽ ചില ചിന്തകരുടെയോ മറ്റോ ആലോചനകളിൽ വന്നു പോയിട്ടുള്ളതും ഏതെങ്കിലും ഒരു സാമൂഹ്യ സമ്മർദ്ദത്തെ നേരിട്ടില്ലാത്തതുമായ സ്ഥാപനമാണ് കുടുംബം എന്നത്. കുടുംബത്തിന്റെ ചരിത്രപരമായ ഇന്ത്യയിലെ മധ്യവർഗ കുടുംബ രൂപീകരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് അരങ്ങേറുന്നതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കുറിച്ച് പാർത്ഥ ചാറ്റർജി വിശദമായ ചില ആലോചനകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പ്രധാനമാണ്. സലിംഗവാദ പാർത്ഥ ചാറ്റർജിയെ അങ്ങനെ ഉദ്ധരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം മുമ്പിൽ ഒരു ആശയത്തിന്റെ കാതൽ ഈ സലിംഗവാദിന്റെ വാദങ്ങളിലുമുണ്ട്. പാർത്ഥ ചാറ്റർജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ഇന്ത്യയിൽ ഒരു മധ്യവർഗം രൂപപ്പെട്ടു വന്നു തുടങ്ങിയ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് 19ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു മധ്യവർഗം വികസിച്ചു വന്നു. ഈ മധ്യവർഗത്തിന്റെ ഒരു പ്രശ്നം അവരുടെ പൊതുജീവിതത്തെ ആകമാനം നിയന്ത്രിക്കുന്നത് കൊളോണിയൽ ഭരണ സംവിധാനമാണ്. തൊഴില് കൊളോണിയലാണ്, സമ്പത്ത് കോളനി ബന്ധങ്ങൾക്കുള്ളിലാണ്, വിദ്യാഭ്യാസം കൊളോണിയലാണ്, പൊതുജീവിതത്തിന്റെ എല്ലാ തലങ്ങളും കൊളോണിയലാണ്. അങ്ങനെ പൊതുജീവിതത്തിന്റെ എല്ലാ തലങ്ങളും കൊളോണിയലായിരിക്കുകയും എന്നാൽ കോളനി വിരുദ്ധത അല്ലെങ്കിൽ ദേശീയത മുതലായ ആശയങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന തങ്ങൾ ആർജിച്ച വിദ്യാഭ്യാസത്തിലൂടെയും മറ്റും
പാശ്ചാത്യമായ സ്വാതന്ത്ര്യ സങ്കല്പം, ജനാധിപത്യ സങ്കല്പം, ദേശീയതാ സങ്കല്പം ഇതുമൊക്കെയായി പരിചയപ്പെട്ട ഒരു മധ്യവർഗം, ബംഗാളി ഭദ്രലോക പോലെ ഇന്ത്യയിലെ നഗരകേന്ദ്രിതമായ ബ്രാഹ്മണ സവർണ വിഭാഗങ്ങൾ പോലെയുള്ള ഒരു മധ്യവർഗം ഉയർന്നു വരികയും ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവര് വഹിക്കുന്ന ജോലി മിക്കവാറും അധിനിവേശ ഭരണകൂടവുമായി ബന്ധപ്പെട്ടതും അതിനുള്ളിലുമാണ്. എന്നാൽ ആന്തരികമായി ഈ പുതിയ രാഷ്ട്രീയ ആശയങ്ങളോട് പലതരത്തിൽ അവർ ചർച്ചയിലും സംവാദത്തിലും ഏർപ്പെടുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നതിന് ഇന്ത്യയിലെ മധ്യവർഗം കണ്ടെത്തിയ പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നായിട്ടാണ് കുടുംബം എന്ന സ്ഥാപനത്തെ പാർത്ഥ ചാറ്റർജി കാണുന്നത്. പാർത്ഥ ചാറ്റർജി മുമ്പോട്ട് വയ്ക്കുന്ന രാശിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുജീവിതമാകമാനം അധിനിവേശത്തിനും കോളനി അധികാരത്തിനും കീഴ്പ്പെട്ടതോടെ കോളനി അധികാരത്താൽ കളങ്കപ്പെടാത്ത ഒരു ആന്തരികമായ പരിശുദ്ധ സ്ഥലം കണ്ടെത്താൻ ഇന്ത്യയിലെ മധ്യവർഗം തുനിഞ്ഞിറങ്ങുകയും ഈ പരിശുദ്ധ സ്ഥലമായിട്ട് കുടുംബം മാറിത്തീരുകയും ഭാവന ചെയ്യപ്പെടുകയും ഈ കുടുംബത്തിന്റെ കേന്ദ്രമായിട്ട് സ്ത്രീയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഗൃഹനായിക വീട്ടമ്മ എന്ന് പറയുന്ന ഒരു ആദർശ ബിംബം രൂപപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹികമായ സമ്മർദ്ദങ്ങളോ കളങ്കങ്ങളോ എത്തിച്ചേരാത്ത, അതിന് പുറത്തു നിൽക്കുന്ന, അതിനെല്ലാം പുറത്താക്കുന്ന സ്വകാര്യമായ ഒരു ആന്തരിക സ്ഥലമായിട്ട് കുടുംബം മാറിത്തീരുകയും ഈ കുടുംബത്തിൽ പരമ്പരാഗത മൂല്യങ്ങൾ, ജാതിവിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും മറുഭാഗത്ത് പൊതുജീവിതത്തിൽ ആധുനികമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ മധ്യവർഗത്തിന്റെ കുടുംബഘടന എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ആധുനികവും അതുപോലെ തന്നെ കോളനി വിരുദ്ധവുമായ ഒരു സന്ദർഭത്തിനകത്ത് ഒരു വൈരുദ്ധ്യമായിട്ട് നിലനിൽക്കുകയുണ്ടായി എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് നോക്കിയാൽ നിങ്ങൾക്കത് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റും. അത് ഇന്ത്യയിലുടനീളം മധ്യവർഗത്തിന്റെയും ഉപരിവർഗത്തിന്റെയും കുടുംബഘടനയ്ക്കുള്ളിൽ സാമൂഹികമായിട്ടും സാങ്കേതികമായിട്ടും ഉപകരണപരമായിട്ടും ഒക്കെ ആധുനികരായിരിക്കുക, അവബോധപരമായിട്ട് യാഥാസ്ഥിതികരായിരിക്കുക എന്നത് ഒരു പ്രയാസമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. ആ വൈരുദ്ധ്യത്തിന്റെ ചരിത്രപരമായ അടിസ്ഥാനമായിട്ട് പാർത്ഥ ചാറ്റർജി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഇത്. കേരളത്തിൽ പക്ഷെ മൗലികമായ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ ആധുനികതയിലേക്കുള്ള നമ്മുടെ വഴിതിരിയൽ മതനവീകരണത്തെക്കാൾ ജാതി വിരുദ്ധതയിലൂന്നിയാണ്. ചാന്നാർ കലാപം, നാരായണഗുരു, അയ്യങ്കാളി, കൊയ്യേലപ്പച്ചൻ, അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങളിലൂടെ ജാതി വിരുദ്ധതയുടെ ഒരു കേന്ദ്രീകരണം നമ്മുടെ നവോത്ഥാനത്തിൽ ഉണ്ടായതുകൊണ്ട് അത് കുടുംബത്തിനകത്തും ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും കുടുംബഘടനയെ തന്നെ ആധുനികമായ നിലയിൽ പുനഃസംഘടിപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ നവോത്ഥാനം ഒരളവ് വരെ മാറിയിരുന്നു. എന്നാൽ 1920-കൾ 30-കളാകുമ്പോഴേക്കും ഇത് ദുർബലപ്പെടുകയും കുടുംബഘടനയ്ക്ക് അകത്തുള്ള പരിഷ്കരണം ഏതാണ്ട് 30-കളോടെ സ്തംഭിക്കുകയും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ടോ അല്ലെങ്കിൽ 10-75 വർഷങ്ങളായി കാര്യമായ ഇലച്ചിലുകളൊന്നും ഇല്ലാത്ത ഒന്നായിട്ട് നമ്മുടെ കുടുംബഘടന മാറുകയും ചെയ്തു. ഇതിനുള്ളിലാണ് ജാതീയതയുടെ, സ്ത്രീവിരുദ്ധതയുടെ, ആണധികാരത്തിന്റെ, ആചാരപരതയുടെ ഒക്കെ പഴയ ലോകങ്ങൾ പല തലത്തിൽ സംരക്ഷിക്കപ്പെട്ട് നിലനിന്നു പോരുന്നത്. ഇതിനെ ഒരു വിമർശന വിധേയമാക്കാനോ കുടുംബഘടനയുടെ ഒരു ആന്തരിക ബലതന്ത്രത്തെ അഴിച്ചു പരിശോധിക്കാനോ കാര്യമായ ഒരു ശ്രമവും നടക്കാതെ പോയ ഘട്ടത്തിലാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേരളീയ സമൂഹത്തിന്റെ സാമൂഹ്യ അവബോധപരമായ നവീകരണത്തെ സ്തബ്ധമാക്കാൻ പോകുന്ന ഒരു സ്ഥാപനമായിട്ട് കുടുംബം മാറിത്തരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞൊരു കാര്യം കെ.എം. സലികുമാർ അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളിൽ ഒരിടത്ത് ഇക്കാര്യം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബഘടനയെ നവീകരിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കാതെ ഐക്യ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ മുന്നോട്ട് പോക്കിന്റെ വഴിയെ ഇനി ഒരു ചുവടും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ഇത് കുടുംബഘടനാ പരിഷ്കരണം എന്ന് പറയുന്നത് കുടുംബഘടനാ പരിഷ്കരണമല്ല. അതിന്റെ ലാർജർ പൊളിറ്റിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേൽത്തട്ടിൽ നമ്മൾ കുടുംബമാണ് കാണുന്നതെങ്കിലും ആ കുടുംബം എന്ന സ്ഥാപന സംവിധാനം നിലനിൽക്കുന്നത് ദേശീയ പ്രസ്ഥാനവും ദേശീയതാ സങ്കല്പവും ജന്മം നൽകിയ ഒരു രാഷ്ട്രീയ വ്യവഹാരത്തോട് ബന്ധപ്പെട്ടാണ്.
ദേശീയ വ്യവഹാരം നമുക്കറിയുന്നത് പോലെ ഇന്ത്യൻ ദേശീയത അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അടിസ്ഥാനപരമായി ഹിന്ദു ദേശീയതയായിരുന്നു. ബംഗാളാകട്ടെ, ബാലഗംഗാധര തിലകനാകട്ടെ, അല്ലെങ്കിൽ ലാലാ ലജ്പത് റായ് ആകട്ടെ, ഇവരെല്ലാം തന്നെ ഏറെയും കുറഞ്ഞും ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന ഇന്ന് സവർക്കർ നൽകിയ ആ പദം ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. പക്ഷെ ഹൈന്ദവമായ മതാത്മക ദേശീയത എന്നത് ഏറെക്കുറെ ഇവരിൽ ഉണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. ഇപ്പൊ ഹിന്ദു